എന്നെ മൂത്ത ബ്രദറിന് കൂടി 4th സ്റ്റേജൊക്കെ കഴിഞ്ഞ് ആകെ പ്രശ്നമായി. വീണ്ടും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വന്നു. ഞാൻ പകല് ഷൂട്ടിന് വരും, പൊന്നാനിക്ക് വരും, രാത്രി മെഡിക്കൽ കോളേജിലേക്ക് പോകും. അങ്ങനെയായിരുന്നു കുറച്ച് നാൾ. അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പോവുകയാണ്, ഷൂട്ടുണ്ട്, ഇന്ന് രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ, നാളെ പിറ്റേ ദിവസം ക്ലൈമാക്സ് സീൻ എടുക്കേണ്ടതാണ്. ഫാസിൽ പറഞ്ഞു 6 മണിയാകുമ്പോഴേക്കും ലൊക്കേഷനിലെത്തണം. അന്ന് രാത്രിയാണ് ഏട്ടൻ മരിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, ഹസ്ബൻഡ് അറിഞ്ഞ് രാത്രി എന്നെ ഫാസിലിനെ വിളിച്ചു. ഞാൻ അതൊന്നും അറിയണില്ല. ഫാസിലിനെ വിളിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ ഫാസിലിനാണെങ്കിൽ ഇത് IFKക്ക് കൊടുക്കേണ്ട ഡേറ്റായി. ഈ ലാസ്റ്റ് വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ അഭിനയിക്കുക എന്നുള്ളതല്ലല്ലോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ല. വിശ്വേട്ടൻ തന്നെ എന്നെ ലൊക്കേഷനിൽ വിട്ട് അവർ നേരെ വീട്ടിൽ പോയി. പിന്നെ ഉച്ചയാകുമ്പോഴേക്കും സ്പീഡിൽ എൻ്റെ എടുക്കണു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഉച്ചയ്ക്ക് വീട്ടിൽ പോവുക. പോണ വഴിക്കാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഏട്ടൻ്റെ കാര്യം. ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയാൽ എനിക്ക് തോന്നണം ഒന്നെങ്കിൽ ഫാസിൽ കുറച്ച് കഷ്ടപ്പെടും, ഒന്നെങ്കിൽ വേറൊരു സൂറാത്താനെ കണ്ടുപിടിച്ച് അത്രയും എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ IFKൻ്റെ ഡേറ്റ് മാറും. അപ്പോൾ അവിടെ എൻ്റെ ഹസ്ബൻഡ് കറക്റ്റായിട്ടൊന്ന് കൈകാര്യം ചെയ്തുകൊണ്ട് ഒരു സംഭവത്തിലേക്ക് എത്തി.